ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നാലാം ദിവസം ഹസ്ബൻഡ് മരിച്ചു. മോള് പരീക്ഷ ഒക്കെ പാസ്സായി. അതിന് മുൻപ് തന്നെ അവളുടെ വിവാഹം നടന്നു. തൃശ്ശൂർ പ്രയാറുള്ള സ്ഥലത്ത് നിന്നാണ് വിവാഹാലോചന വന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ശരിയായ രീതിയിൽ കല്യാണം കഴിച്ചു. അതിനുശേഷം എൻ്റെ മോന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പരീക്ഷയായിട്ട് പഠനം കഴിഞ്ഞു. അതിൻ്റെ പഠനവും പൂർത്തിയൊക്കെയായി. 2011 ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചു. 2011 വിരമിച്ചതിന് ശേഷം ശരി ഗുരുവായൂരിലേക്ക് പോവുകയാണ്. ഗുരുവായൂർ അമ്പലത്തിനടുത്തായിട്ട് ഒരു സ്ഥലം സെറ്റപ്പായി കിട്ടി. അങ്ങനെ അവിടെ ഒരു വീടും വെച്ച് താമസിച്ചിട്ടുണ്ട്. അതിന് മകനാണെങ്കിൽ അവിടെ നിന്ന് വിവാഹവും കഴിച്ചു. അമ്പലത്തിൻ്റെ കിഴക്കടയിൽ നിന്ന് കല്യാണം കഴിച്ചു. ഇവർ 2 കുട്ടികളായി. മകൾക്കും 2 കുട്ടികളായി. നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നു. സന്തോഷത്തോടുകൂടി ഞങ്ങളങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നു. അതിനിടയിൽ ഞാൻ ഗുരുവായൂർ വന്ന് ഒരു കൃഷിയിലേർപ്പെട്ടു. ഒരാളുടെ ഒരു സ്ഥലം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് എനിക്ക് തന്നു. 2013 കൃഷി ആരംഭിച്ചതാണ്. ഇപ്പോഴും ആ കൃഷി തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും കൃഷി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കൃഷികൾ നടക്കുന്നുണ്ട്. പലതരം അവാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൃഷിയാണ് എന്നിരുന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് അങ്ങനെ ജീവിച്ച് പോകുന്നു. കുട്ടികൾ പറയുന്നുണ്ട് കൃഷിയൊന്നും വേണ്ടി വേണ്ടായിരുന്നു. പക്ഷേ കൃഷി വേണ്ടെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് കൃഷി എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ മോൻ, എൻ്റെ ഭാര്യ, ഞാൻ, 2 കുഞ്ഞുങ്ങൾ. ഒരു മൂത്ത മോന്, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറിയ കുട്ടി അംഗനവാടിയിൽ. ഇതിനിടയ്ക്ക് എനിക്കൊരു സംഗീത ഗ്രൂപ്പ് ഞാൻ തുടങ്ങി വെച്ചു. അതിൽ 2-3 വർഷമായി. അതും അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ. ഇതോടുകൂടി എൻ്റെ ജീവിതകഥ ഇവിടെ അവസാനിക്കുകയാണ്.